ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ നിർമ്മാതാക്കൾ മലയാള സിനിമയുടെ നിർമ്മാതാക്കൾ മാർച്ച് മാസത്തെ കണക്കുമായിട്ട് ഏപ്രിൽ മാസം 27-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമകളും 15 സിനിമകൾ മാർച്ച് റിലീസായാലും 14 സിനിമകൾ പരാജയമായിരുന്നു. ആകെ എമ്പുരാൻ മാത്രമേ വിജയമായിട്ടുള്ളൂ എന്ന്. എന്നാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സാനിക് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വിശ്വസനീയമായ സൈറ്റ് എന്നാണ് എല്ലാ റിവ്യൂവേഴ്സും അല്ലെങ്കിൽ എല്ലാ ട്രാക്കർമാരും അവകാശപ്പെടുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കാണിക്കുന്നത് എമ്പുരാൻ. അതിൽ ഞാൻ 5 ഡേയ്സ് കളക്ഷൻ, ടോട്ടൽ 5 ഡേയ്സ് കളക്ഷൻ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കേരളത്തിൽ നിന്നും 54 കോടി രൂപയാണ് നേടിയായിട്ട് അവർ പറയുന്നത്. അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം 5 ദിവസം കൊണ്ട് 54 കോടി രൂപ, ആവറേജ് 10 കോടി രൂപയ്ക്ക് മുകളിൽ അവർ പറയുന്നുണ്ട്. കണക്ക് പ്രകാരം 54 കോടി രൂപ നേടിയിട്ടുണ്ടെന്ന്. അപ്പം 54 കോടി രൂപ നേടിയ സിനിമയ്ക്ക് 24 കോടി രൂപ അവർക്ക് ഷെയർ ലഭിച്ചു 5 ദിവസം കൊണ്ടെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളത്. സാനിക് എന്ന് പറഞ്ഞ സൈറ്റ് ആരാ, നമുക്ക് അവരെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നിർമ്മാതാക്കളെ തന്നെ വിശ്വസിക്കാം. അപ്പം അവർക്ക് 24 കോടി രൂപ നേടിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ മൂന്നിലൊന്നാണ് പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ 24 കോടി രൂപ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 72 കോടി രൂപ ആദ്യത്തെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയിട്ടുണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അവരുടെ കണക്ക് പ്രകാരം. അപ്പം 5 ദിവസം കൊണ്ട് 72 കോടി രൂപ നേടിയ സിനിമ 10-15 ദിവസം കൊണ്ട് എങ്ങനെ പോലും 150 കോടി രൂപ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിക്കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നോക്കുമ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മഹാവിജയമാണെന്നാണ് അവർ പറയുന്നത്. അവർ 175 കോടി രൂപയാണ് ആ സിനിമയുടെ ബഡ്ജറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം ഒരു 450 കോടി രൂപയെങ്കിലും കേരളത്തിൽ നിന്നും നേടിയാൽ മാത്രമാണ് ആ 175 കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റും. 150 ഇട്ടാൽ പോലും 450 കോടി രൂപ വരണം അവരുടെ കണക്ക് പ്രകാരം ബ്രേക്ക് ഈവൻ ആവാൻ. അതായത് പ്രോഫിറ്റ് ഇല്ല, ലോസ് ഇല്ല എന്നുള്ള നിലയിൽ എത്തണമെങ്കിൽ കേരളത്തിലെ കണക്കുകൾ മാത്രമാണ് വെളിവിടുന്നത്. അവർ വെളിയിലുള്ളതൊന്നും ബിസിനസ്സൊന്നും എടുക്കുന്നത്. നമ്മളെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കണക്കൊക്കെ അവർ വെളിവിട്ട് നമ്മൾ കണ്ടായിരുന്നു. ബിസിനസ്സോ അവർ അതർ സ്റ്റേറ്റിലെ കളക്ഷനോ ഒന്നും അവർ കാണിക്കാറില്ല. അവർ കേരള കളക്ഷൻ മാത്രമേ കാണിക്കാറുള്ളൂ. കേരളത്തിൽ നിന്ന് മാത്രം 5 ദിവസം കൊണ്ട് അവർക്ക് 24 കോടി രൂപ ഷെയർ കിട്ടി. അതായത് 72 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി എമ്പുരാൻ ആദ്യത്തെ 5 ദിവസം കൊണ്ടെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ നമുക്കത് വിശ്വസിച്ച് പറ്റുള്ളൂ. നിർമ്മാതാക്കളുടെ സംഘടനയാണ്, കള്ളനല്ലാത്ത സുരേഷ് കുമാറാണ് പറഞ്ഞത്. സുരേഷ് കുമാർ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സുരേഷ് കുമാർ പറയുന്നതിന് നമ്മൾ വിശ്വസിക്കണം. അപ്പം ചിലർ പറയുന്നത് സുരേഷ് കുമാറിന് നമ്മുടെ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ ജഡ്ജിയായിട്ട് വേഷം കൊടുത്തുകൊണ്ട് സമ്മതിച്ച് കൊടുത്തതാണ്, അല്ലെങ്കിൽ തുടരുമെന്ന് അങ്ങനെയൊന്നുമല്ല. സുരേഷ് കുമാർ കള്ളം പറയാത്തൊരു വ്യക്തിയാണ്. സുരേഷ് കുമാർ നാക്കെടുത്താൽ നല്ലത് മാത്രം പറയുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ 5 ദിവസം കൊണ്ട് 72 കോടി രൂപ നേടിയിട്ടുണ്ട്. 72 കോടി രൂപ നേടിയിട്ടുണ്ട്. പിന്നെ മൊത്തം ലൈഫ് ടൈം സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 150 കോടി രൂപ നേടിയിട്ടുണ്ട്. പക്ഷേ അതൊരു വെളിവിടാത്തതാണ്. പക്ഷേ നിർമ്മാതാക്കൾ ഇപ്പോൾ വെളിവിട്ടിരിക്കുകയാണ്. ഇപ്പം മിക്കവാറും ED കറങ്ങി നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കണക്കുകളൊക്കെ വെളിവിട്ട സ്ഥിതിക്ക് ഇനി ചിലപ്പോൾ ED കറങ്ങി എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യം ചിലപ്പോൾ വെളിയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഉറപ്പുവരുത്തില്ല. ഇത്ര രൂപ ഒരു ടാക്സ് അടയ്ക്കണ്ടേ, ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ. അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കുക, അല്ലാതെ കള്ളക്കണക്ക് വെളിയിൽ കൊണ്ടുവരുന്നല്ല ഞാൻ പറഞ്ഞത്. സിനിമയുടെ കളക്ഷൻ എന്താണെന്നുള്ള കാര്യം നിർമ്മാതാക്കൾ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് നമുക്ക് വിശ്വസിക്കണം. സിനിമയ്ക്ക് 175 കോടി രൂപയാണ് ഒരു ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 450 കോടി രൂപയ്ക്ക് മുകളിൽ, 500 കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്നും കളക്ഷൻ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയമാകുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നും മാർച്ച് മാസം റിലീസായ സിനിമകളിൽ രക്ഷപ്പെട്ടത് എമ്പുരാൻ മാത്രമാണെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ ഇനി വായ്ത്താൽ അടിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യമില്ല. അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ കേരള കളക്ഷൻ എന്ന് പറയുന്നത് എമ്പുരാൻ 500 കോടി രൂപയാണ് എന്ന് നമുക്ക് ഉറപ്പ് വിശ്വസിക്കേണ്ടി വരും. കാരണം അവരിനി ഏപ്രിൽ മാസത്തിൽ എന്തായാലും ഒരു എമ്പുരാൻ്റെ കളക്ഷൻ എത്രയാണെന്ന് കൊണ്ടുവരില്ല. മാർച്ച് മാസം 27-ാം തീയതി റിലീസായത്. 27, 28, 29, 30, 31 അവർക്ക് 5 ദിവസം കൊണ്ട് 24 കോടി രൂപ നേടിയിട്ടുണ്ട്. അത് വിജയമായി എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഏപ്രിൽ മാസത്തെ കളക്ഷൻ ഒന്നും അവർ വെളിവിടില്ല. ഏപ്രിൽ മാസം റിലീസായ സിനിമയുടെ കണക്ക് മാത്രമേ ഏപ്രിൽ മാസം വിടുള്ളൂ. അതായത് ഇനി തൊട്ട് മലയാള സിനിമ റിലീസ് ചെയ്യേണ്ടത് അവസാനം എല്ലാ മാസവും അവസാനം ഇതിനെ കൊണ്ട് റിലീസ് ചെയ്യേണ്ടത്. കാരണം അവർ 2-3 ദിവസത്തെ കളക്ഷൻ മാത്രമേ അവർ വെളിവിടുള്ളൂ. മാക്സിമം 5 ദിവസത്തെ. അത് കഴിഞ്ഞിട്ടുള്ള കണക്ക് പിന്നെ അവർ ഏപ്രിൽ മാസം വെളിവിടൂല. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് മാർച്ച് മാസത്തെ കണക്ക് ഏപ്രിൽ മാസം 27-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോയതെന്നുള്ള കാര്യവും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വിശ്വസിക്കണം. എമ്പുരാൻ 450 കോടി രൂപ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നു. വലിയ വിജയമായിരിക്കുന്നു. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെയാണ്. ഇനി തുടരുവിന് പോലും ഈ റെക്കോർഡ് മറികടക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം 5 ദിവസം കൊണ്ട് 24 കോടി എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് 72 കോടി രൂപ കളക്ഷൻ നേടി ഏത് മലയാള സിനിമയ്ക്ക് സാധിക്കുകയുള്ളൂ. തുടരുവിന് മാത്രമേ ഇനി അതിന് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. തുടരുവെന്ന് പറഞ്ഞ സിനിമയെ അത്രയും നേടുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മലയാള സിനിമയും 72 കോടി രൂപ നേടുന്നു ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ എമ്പുരാൻ അത്രയും നേടിയെന്ന് അവർ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇനി എല്ലാ മോഹൻലാൽ വിരോധികൾക്കും അല്ലെങ്കിൽ എമ്പുരാൻ വിരോധികൾക്കും അടങ്ങാം. കാരണം അവർ പറഞ്ഞിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇത് വലിയ വിജയമാണെന്ന്. അപ്പോൾ നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. എമ്പുരാൻ 450 കോടി രൂപ നേടിയിരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ സിനിമ എമ്പുരാനാണ്. ഞാൻ പറയുന്നു, സമ്മതിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.